Good afternoon. Good afternoon. Good afternoon, Miss. Okay, Good good afternoon. afternoon, Miss. ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നല്ലോ. ഇതാണ് സൈലന്റ് ആയോ പെട്ടെന്ന്. Good afternoon, Miss. Good afternoon. Okay, നമുക്ക് കുറച്ച് വൊക്കാബുലറി എഴുതിയത് നോട്ട്സ്. അതെ അതെ. ഒരു ടൈം ട്വിസ്റ്റ് നോക്കിയാലോ എന്നാ? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞായിരുന്നു. ഹോംവർക്ക്. ഓക്കെ, പ്രസന്റേഷൻ ആയിരുന്നു. പ്രിപ്പയർഡ് ആണോ എല്ലാവരും? ടീച്ചർ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞല്ലയോ, ചതിയായി പോയി. പറയുന്നത് എനിക്ക് പറയൂ. ഓക്കെ, പ്രിപ്പയർഡ് ആണോ? ആണോ? ടോമിനോട് പറയാൻ പറഞ്ഞത് എനിക്ക് ടോം പറയും മിസ് ഞാൻ ക്ലാസ്സിൽ ഉണ്ടായില്ല മിസ് എന്നൊക്കെ പറയും അല്ലേ? ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എനിക്ക് അർജന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നോണ്ടാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പോയത്. ഞാൻ അറിഞ്ഞായിരുന്നു, എന്നെ നിഷി ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു. നിശ്ചിതോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യയും എല്ലാവരും വിളിച്ചു പറഞ്ഞു, പ്രത്യേകിച്ച് 3-4 പേര് വിളിച്ചു പറഞ്ഞു. എന്ത് സ്നേഹം നോക്കണേ. എനിക്ക് സ്നേഹമാണ്, അതുകൊണ്ടല്ലേ ഞാൻ പറയാൻ പറഞ്ഞേ. അതൊന്ന് കറക്റ്റ് എനിക്ക് പണി തരാമല്ലോ. പഠിച്ചോ? പഠിച്ചല്ല, എനിക്ക് പനിയായിരുന്നു. ഞാൻ 2-3 ദിവസം ആശുപത്രിയിലായിരുന്നു. ചോദിച്ചു നോക്ക്, ഞാൻ ക്ലാസ്സിൽ പോലും കയറിയില്ല. ഇന്ന് മാത്രം ഞാൻ ഇച്ചിരി, അത് ഇപ്പോഴാണ് കയറിയത്. ഓക്കെ, ഇനി ബാക്കി ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഒന്ന് പറയൂ. ടോം ഒന്ന് പറയൂ, റെസ്പോണ്ട് ചെയ്യാൻ പറയും. ഞാൻ വരുന്നതിന് മുൻപ് വരെയും ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. അവിടെ ചിലവരൊക്കെ ഞാൻ കയറുമ്പോ ചിരിക്കുവെന്ന് പറയുന്നുണ്ട് കേട്ടോ. കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എഴുതി വെച്ചിരിക്കുക. ആരാ എഴുതി വെച്ചേക്കുന്നേ? എഴുതി വെച്ചാൽ നോക്കി വായിക്കാനാണോ? അത് കോപ്പിയടിയല്ലേ ടീച്ചർ, അത് തെറ്റാ. തെറ്റാത്. ഗൂഗിളിൽ നോക്കാൻ എഴുതി വെക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് വായിക്കാം. ഗൂഗിളിൽ നോക്കിക്കോളാൻ പറഞ്ഞില്ലേ? നോക്കാൻ പറഞ്ഞു, പക്ഷെ നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഓപ്പൺ ആക്കാൻ പറഞ്ഞു ടീച്ചർ. എന്തോ വീഡിയോ ഓപ്പൺ ആക്കാൻ പറ. അതാകുമ്പോ കുഴപ്പമില്ലല്ലോ, നോക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞു. കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ കേട്ടോ സംസാരിക്കാം. ഞാൻ ക്യാമറ ഓൺ ആക്കി, എനിക്ക് കുഴപ്പമില്ല. ടൈം കുറച്ച് വേസ്റ്റ് ചെയ്യില്ലേ? പ്രിപ്പയർഡ് ആണോ എല്ലാവരും? കുറെ പേർക്ക് ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്. എന്താണ് പറയൂ. ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? ഞാൻ തുടക്കം തരാം, ബാക്കി കൂടെ പിടിച്ചു തരുമോ? എല്ലാവർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കണം ആഗ്രഹം ഉണ്ടെന്ന് ആരും വർക്കൗട്ട് എടുക്കുന്നില്ല. ചോദിക്കൂ കേട്ടോ. പറയൂ. നസ്രിമോൾ, രശ്മി, ദേവികൃഷ്ണ, അമ്പിളി, സൂര്യ. ഞാൻ ഇന്ന് പ്രിപ്പയർഡ് അല്ല, ഞാൻ എഴുതി വെച്ചതേ ഉള്ളൂ, പഠിച്ചില്ല. അത് കാണാപ്പാടം പഠിച്ചിട്ട് വന്ന് പറയുമല്ലോ, നമുക്ക് അറിയാവുന്നല്ലേ ടീച്ചറെ പറയേണ്ടത്. അടുത്ത ക്ലാസ്സിൽ നോക്കാം മാം. ഞാൻ പറയാൻ വേണ്ട, എന്റെ ഒരു ഫ്ലോ കളഞ്ഞു. We will try best. Okay. ഓക്കെ, ഞാൻ പറയാം.
ടീച്ചർ ഞാൻ പറയാം ടീച്ചറെ, ഞാൻ പറയട്ടെ. പറയൂ. ഓക്കെ, ടോം പറയൂ, കേക്കട്ടെ. കണ്ടോ? ആ മിസ്റ്റർ ടോം നോക്കി പറയവേ, ക്യാമറ ഓൺ അല്ല. ശരിയാ, ഞാൻ നോക്കി പറയാം. ഞാൻ ക്യാമറ ഓൺ ആക്കി തരാലോ. ഇവർ എല്ലാവരുടെയും പേടി ഞാൻ മാറ്റി തരാലോ. ടീച്ചർ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ എങ്ങനെ? ടോപ്പിക് എന്തായിരുന്നു? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലയോ? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ ടോം, ടീച്ചർ സ്റ്റാർട്ട് ചെയ്യൂ ടോം. ടീച്ചറെ എല്ലാവരും കേൾക്കട്ടെ ടോം. ടീച്ചറെ ക്യാമറ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ എങ്ങനെ? ഞാനോ? ആ സത്യമായിട്ട് നോക്ക്. പിന്നെ എങ്ങനെ ഞങ്ങളൊക്കെ സംസാരിക്കുന്നേ? നീ അല്ല, സംസാരിക്കുന്ന ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാനിപ്പോ മ്യൂട്ട് ചെയ്തു, ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. എന്നാ മറ്റേ ടീച്ചറാ. നോക്ക്. നോക്കി. ക്യാമറ മ്യൂട്ടാ എല്ലാവരുടെയും. ഓക്കെ, ഇപ്പൊ പറ്റുന്നുണ്ടോ? ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. ഇല്ല ടീച്ചറെ, സത്യമായിട്ടും ഇല്ല. അതുകൊണ്ടാണ്. ക്യാമറ മ്യൂട്ടാണ് മാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്നെ കാണുന്നില്ലേ ടീച്ചർ? കാണുന്നില്ലല്ലോ. ടീച്ചറിനെ കാണുന്നില്ലേ സത്യമായിട്ട്? നാണ്ട് ഇപ്പൊ ഓണാണ്. എന്നെ കാണുന്നില്ലേ നിങ്ങളാരും? കാണാം. ആ അതാണ്. കാണുന്നുണ്ടല്ലോ. കാണുന്നില്ലല്ലോ ടോമിനെ. കാണുന്നുണ്ട് ടോമിന്. കണ്ടോ, അവരെല്ലാരും കാണുന്നുണ്ട്. എന്നിട്ട് ടീച്ചറാണോ പറയുന്നത് കാണുന്നില്ല? ഞാൻ കാണുന്നില്ല. സത്യമായിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി വെക്കും. അതാണ്ട് അമ്പിളി ചേച്ചി കാണാൻ പറ്റുന്നില്ലയോ? കാണാം, നീ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്യ, സമയം വേസ്റ്റ് ചെയ്യാതെ. സ്റ്റാർട്ട് ചെയ്യാനാണോ ടീച്ചർ പറഞ്ഞേ? ഓ ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ, respected teacher, and my dear friends. Today I am presenting about a speech about importance of education. Education is plays a very important role in our personal life, as well as it is very important. It plays an important factor in our future life also. Correct, teacher? It gives us very knowledge, and it gives us very knowledge, and it teaches very lessons, good lessons, and in your future life, and it gives to the education. For our, it is very important for our nation also, as well as our nation. ഞാൻ പഠിച്ചായിരുന്നു, മറന്നുപോയത്. എഴുതി വെച്ചത് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ബുക്ക് താണ്ടേ കണ്ടോ, ബുക്ക് മാറ്റി വെച്ചു. അതും പോരെ, വേറെ ആരുടെ ഹാൻഡ് റൈറ്റിംഗ്, അതുകൊണ്ടാ. എന്റെ കയ്യിലൊന്നും ഇല്ല. കണ്ടോ, ഇനി വേറെ ആരെ പറയാ? അത് ഞാൻ ഇനി പറയുന്നുണ്ട് മാഡം. ഇറ്റ് ഗീവ്സ് മീ മെനി തിങ്സ് ആൻഡ് ഗുഡ് knowledge about teaching in the lessons of humanity. Education tells me how to think and how to work, and how to make good decisions in our personal life. It provides us our public knowledge, and it gives us employment and identify the humanity of human talents. Education increases our self-confidence and assist in developing the personality of the person. ഇത്രയും പറഞ്ഞാൽ പോലെ. താങ്ക് യു. ഇത്രയും പോലെ ടീച്ചറെ. ഓക്കെ ആണ്, നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കുന്നില്ല, സംസാരിക്കുന്നുണ്ടോ എന്ന് മാത്രം ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. കാരണം സംസാരിക്കാൻ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതെ അല്ലേ? എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്ന് പറയാൻ. എന്ത് ടീച്ചറെ? ഞാൻ ഒന്നും കേട്ടില്ല. ഇപ്പൊ ടോം ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചു അല്ലേ? ഞാൻ പറഞ്ഞ് സംസാരിച്ചതിനകത്ത് തെറ്റ് വല്ലതും ഉണ്ടായിരുന്നോ?
നെറ്റ് ഞാൻ നോക്കിയില്ലാന്നേ, സംസാരിച്ചില്ലേ? സംസാരിച്ചോ? ഇംഗ്ലീഷിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ മാഡം? പിന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സംസാരിക്കണ്ടോ? ആ അപ്പൊ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കറക്റ്റ് ആയിരുന്നില്ലയോ? കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചത്, അല്ലേ? പ്രസന്റ് ചെയ്ത് അതുകൊണ്ടല്ലേ. ബാക്കി ആൾക്ക് നോക്കിക്കോ, ഞാൻ കാണിച്ചില്ല മാത്രം കോൺഫിഡൻസ് ഉണ്ടെന്ന്. ഇനി ആരാ പ്രിപ്പയർ ചെയ്തിട്ടുള്ളേ? ആരെങ്കിലും ഉണ്ടോ? സ്നേഹ ഷിച്ചോ? സ്നേഹ പ്രിപ്പയർഡ് ആണോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ. ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഇവർക്ക് ആർക്കും മുഖം കാണിക്കുന്നത് ഈ പേടിയാണോ? മുഖം കാണിക്കാൻ പേടിയല്ല, നോക്കി വായിക്കുമ്പോ അതിൻ്റെതായ ഒരു മിസ്റ്റേക്ക് അല്ല, ഒരു ചമ്മല്. അതാണ്, പഠിച്ചതല്ല. നോക്കി വായിക്കാനോ? ഞാൻ നോക്കി പോലും അല്ല വായിച്ചത്, എന്നിട്ട് ഇത്രയും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ കണ്ടില്ല. ഞങ്ങള് പക്ഷെ എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കുമ്പോ എന്തോ പോലെ. കാണാണ്ട് പഠിക്കുവാണെങ്കിൽ ബൈഹാർട്ട് ടീച്ചർ മിസ് കഴിഞ്ഞാൽ ബൈഹാർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല പറയുന്നതില്. ഞാൻ കാണാപ്പാടം പോലെയല്ലേ പഠിച്ചത്, കണ്ടില്ലോ? ഗുഡ് തിങ്കിങ് ആൻഡ് ഇംപ്രൂവ് അവർ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ആസ് വെൽ ആസ് ഇൻ അവർ നേഷൻ ഇൻസിന് നല്ലതാണെന്നൊക്കെ അല്ലേ പറഞ്ഞു. കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇങ്ങനെ പറയാനല്ല നമ്മൾ. ഓക്കെ, നമ്മള് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി വായിക്കാതെ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത് അതിന്റെ ഓൺ വേർഡ്സിൽ പറയാൻ നോക്കാം. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റിലേഷൻ നോളജ് ഇംപ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പം നീ ധൃതി വെച്ചൊന്നും നടക്കത്തില്ല. 2 ദിവസം പിള്ളേരെ കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കണായിരുന്നു, അപ്പൊ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഒരു ചലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ഞാനാ, കണ്ടോ? ഇവരെല്ലാവരും എന്നെ ഇന്ന് വിളിച്ചു വരുത്തിയത് ഇത് പറയണോന്ന് പറഞ്ഞിട്ട്. മിസ്സേ, നമുക്ക് അടുത്ത് പഠിക്കാം, വൊക്കാബുലറി പറയാം. സ്നേഹ പറയുന്നുണ്ടോ? സ്നേഹ ഓക്കെ, സ്നേഹ കേൾക്കുന്നുണ്ടോ? കേക്കാമോ? എങ്ങനെയുണ്ട് സ്നേഹ? ക്ലാസ് എങ്ങനെയുണ്ട് ഇപ്പോ? ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ട്. ആണോ? കാരണം ഇവരുടെ ക്ലാസ് ഭയങ്കര സൈലന്റ് ആണ്, പക്ഷെ ഈ ക്ലാസ് കുറച്ച് സൈലന്റ് അല്ല, അല്ലേ സ്നേഹ? അല്ല. ടീച്ചർ ഈ രാവിലെയും വൈകിട്ടും കൂടെ കേറുന്നത് ഭയങ്കര പാടാ ടീച്ചറെ. ഫുൾ ടൈം ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഫോണിനകത്ത് നോക്കിക്കൊണ്ടേ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല, ഫോക്കസ് ചെയ്തോണ്ടിരിക്കുവല്ലേ. ദാറ്റ് വാസ് മൈ മെയിൻ പ്രോബ്ലം. ഹെഡിന് ഭയങ്കരമായിട്ട് പെയിൻഫുൾ. സോറി, ഞാൻ ഹെൽപ്ലെസ് ആണ്. ഒന്നും ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിലേക്ക് ഓഫീസിൽ വിളിച്ച് പറയും, അങ്ങനെയൊക്കെ ചെയ്യും. സ്നേഹം പറയുന്നുണ്ടോ? ഒരുപാട് ടൈം പോയി. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചാൽ മതിയോ? നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ ടോം പറഞ്ഞ പോലെ നോക്കാതെ പെൺകുട്ടികളുടെ വില കളയരുത്, ഞാൻ ഒരാളെങ്കിലും പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല കോൺഫിഡൻസ്. ടോമിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ബാക്കി ആർക്കും അത് കുറവാണ്. അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ കോൺഫിഡൻസ് ലെവലിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും, നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജിനും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. ഓക്കെ, മാക്സിമം ഇത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ നോക്കണം. പ്രസന്റ് ചെയ്യാൻ പറഞ്ഞ ടോപ്പിക്ക് മാക്സിമം പ്രസന്റ് ചെയ്യുക. അത് നോക്കി വായിക്കാനല്ല പറയുന്നത്, എന്തായിക്കോട്ടെ നിങ്ങൾ പറയുന്ന പൊട്ടത്തെറ്റാണെങ്കിൽ പോലും ഇത് വിഷയമായിരിക്കും, നിങ്ങൾ സംസാരിക്കണം. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. സോ അടുത്ത ക്ലാസ്സിൽ മറക്കരുത് കേട്ടോ, എല്ലാവരോടും കൂടിയാ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ, ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വൊക്കാബുലറി എഴുതിയിരുന്നു, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
അതിനുശേഷം നമുക്ക് വേറെ ഒരു പോർഷനിലേക്ക് പോവാം. തൽക്കാലം കുറച്ച് എഴുതിയാൽ മതി. അതിനുശേഷം നമുക്ക് വേറെ സെഗ്മെന്റിലേക്ക് പോകും. നമ്മൾ എവിടെ വരെ എഴുതിയത്? സി വരെ എഴുതിയത്. COD. എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ഈ വരെ. അടുത്ത എഴുതാ ഫോൾഡർ. ഫോൾഡ് ചെയ്യുക, മടക്കുക എന്നൊരു മീനിങ് ആണ്. ഫോൾഡർ മടക്കുക എന്നൊരു മീനിങ് ആണ്. Then forget. Forget മറക്കുക. 3 forms എങ്ങനെയാണ്? forget, forgot, forgotten. Okay. Next, form. ഫോം ചെയ്യുക, രൂപപ്പെടുക ഒരു മീനിങ് ആണ് വരാം. ഫോംഡ്. gathered. വിളിച്ചുകൂട്ടുക, ഗ്യാദർ ചെയ്യുക, വിളിച്ചുകൂട്ടുക മീനിങ് ആണ്. Then happen, സംഭവിക്കുക. happened. Then hold ചെയ്യുക എന്ന് പറയുന്നത് പിടിക്കുക എന്നൊരു മീനിങ്ങിലാണ് വരാം. ഹോൾഡ്. ഹണ്ട് വേട്ടയാടുക. ഹണ്ടഡ്. ഐഡന്റിഫൈഡ് തിരിച്ചറിയുക. ഇമാജിൻ സങ്കല്പിക്കുക. ഇംപ്രൂവ്ഡ് മെച്ചപ്പെടുത്തുക. ഇൻസ്പെക്ട് പരിശോധിക്കുക. ഇന്റർഫിയർ കൈ കടത്തുക. ഡോണ്ട് ഇന്റർഫിയർ മൈ ഐറ്റംസിന്റെ കാര്യങ്ങള് കൈ കടത്തിരുന്നൊക്കെ പറയില്ലേ, അപ്പൊ കൈ കടത്തുക എന്നൊരു മീനിങ് ആണ് ഇന്റർഫിയർ വരുന്നത്. നെക്സ്റ്റ്, കീപ്പ് സൂക്ഷിക്കുക. കെപ്റ്റ് ആണ് വരാ. കീപ്പ്, കെപ്റ്റ്. knocked മുട്ടുക, നോക്ക് ചെയ്യുക. നോ എന്ന് പറയുമ്പോ അറിയുക. laughed ചിരിക്കുക. ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക. made misunderstand.
Misunderstand and misunderstood. Misunderstand means തെറ്റിദ്ധരിക്കുക എന്നൊരു മീനിങ് ആണ്. Misuse, misuse. Move, moved. Move ചെയ്യുക, ചലിപ്പിക്കുക. Multiply, multiplied. വർദ്ധിപ്പിക്കുക. Obey, obeyed. Obey, അനുസരിക്കുക. Observe, observed. Observe ചെയ്യുക, നിരീക്ഷിക്കുക. Occur, occur, occurred. Occur means സംഭവിക്കുക. Overcome. Sorry, overcome, overcame ആണ്. Mistake ആണ്. Overcome, overcame. Overcome, overcame ആണ്. ടീച്ചർ ഇന്ന് ഇത്ര മതി. എന്തോ? ഇത്രയും പോരെ ടീച്ചർ, പഠിക്കാം. എന്തോ? ഇത്രയും മതി ടീച്ചർ, പഠിക്കാം. മതിയെന്നോ? തീർക്കാം. കുറച്ചുകൂടെ. കൈ അടിക്കുന്നു. കുറച്ചുകൂടെ. Pardon. Pardon. Pardon means മാപ്പ് കൊടുക്കുക ആണ്. Then permit. Permit, permitted. വിട്ടു കൊടുക്കുക. Sorry, സമ്മതിക്കുക. Permit, സമ്മതിക്കുക. Postpone, postpone. Postpone എന്ന് വെച്ചാൽ മാറ്റി വെക്കുക. Preferred, preferred. Preferred എന്ന് പറയുമ്പോൾ 2 R ഉണ്ട് കേട്ടോ. Preferred ഇങ്ങനെയാണ് നടക്കുന്നത്. Next, prohibit. Prefer means തിരഞ്ഞെടുക്കുക. Prohibit അടുത്തത്. Prohibit. Prohibit, prohibited. Prohibit means നിരോധിക്കുക. Punish, punish ചെയ്യുക. Punishment, ശിക്ഷ. Then quarrel. Quarrel എഴുതാം. Quarrel, quarrel. വഴക്കിടുക. വഴക്കുണ്ടാക്കുക. അതായത് കണ്ടുവരാം. വഴക്കുണ്ടാക്കുക.
ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത് മതി കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ പറയാൻ വന്നേ. ഓക്കെ. നമുക്ക് ഒരു ടങ് ട്വിസ്റ്റർ നോക്കാം. ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൗത്തിൽ അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി വേണം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ ഒരു ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഈ വെള്ളി വീഴും, ഒക്കെ സ്വാഭാവികമാണ് അല്ലെ. ടങ് ട്വിസ്റ്റർ പറയാം. റെഡിയാണോ? ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ. ഇതാണ് today is Friday but he may say he's far away. Anyway, let's walk along the highway. ടീച്ചറിന് ബർത്ത്ഡേ ആണ്. Today is his birthday but he may say he's far away. Anyway, let's walk along the highway. അത് ഫസ്റ്റ് എഴുതിയെടുക്കുക. അതിനുശേഷം ഒരു 5 to 10 times ഇത് പറയണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഒരു ഫ്ലുവൻസി കിട്ടും, ഒരു മോഡുലേഷൻ കിട്ടും, കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. ഓക്കെ, today is his birthday but he may say he's far away. Anyway, let's walk along the highway. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? യെസ്, സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് പ്രാക്ടീസ് ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? റെഡി? എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കൂ. ആണത് എല്ലാവരും ഉറങ്ങാണ്. ക്ലാസ്സിൽ ഉണ്ടോ എല്ലാവരും? റെഡി മാം. റെഡി. ഓക്കെ, ആരാ ഫസ്റ്റ്? ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു തവണ പറഞ്ഞാ മതിയോ? ഒരു മിനിമം 5 times തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പറയണം. ഓക്കെ. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. പറഞ്ഞു. ഇനി ഓക്കെ, ഇത് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നല്ലൊരു മോഡുലേഷൻ, നല്ല കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആ രീതിയിൽ പറയാൻ നോക്കാം കേട്ടോ. ഒരു ടുഡേ എന്ന് പറയാതെ ടുഡേ. ഓക്കെ, today is birthday but he may say he's far away. Anyway, let's walk along the highway. Today എന്നാ പറയാം. Today is his birthday. Today is his birthday. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Is it okay? എന്ന് പറയാം കേട്ടോ. അതായത് വെസ്റ്റേൺകാര് പറയുന്ന രീതിയിൽ പറയാം. Is it okay? എന്തോ? Is it okay, ma'am? Yeah, it's good. One time അല്ല, ഒരു 5 days എങ്കിലും പറയണം. ഓക്കെ, ഞാൻ ചുമച്ചു അതാണ്. ഓക്കെ, മാക്സിമം ഇത് പറയാൻ ശ്രമിക്കണം എല്ലാവരും. സ്നേഹ ഒന്നുകൂടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആ രീതിയിൽ പറയണം. ഞാൻ പറയുന്ന പോലെ പറയാനല്ല പറയുന്നത്, ആ ഒരു മോഡുലേഷൻ മാത്രം. Today is his birthday, but he may say he's far away. Anyway, let's walk along the highway. Okay? Yes. Who's next? Next ആരാ പറയാ? ചുമ്മാ ട്രൈ ചെയ്തു. ദേവി കൃഷ്ണ
പറയൂ. Today is birthday. Oh, പറഞ്ഞോ. Yes. പ്രാക്ടീസ് ചെയ്യാണോ? പ്രാക്ടീസ് ചെയ്യാണെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യും. Of course. ഓക്കെ, ഇനി ആരാ പറയാ? അമ്പിളി പറയുന്നുണ്ടോ? ഞാൻ പഠിച്ചോണ്ടിരിക്കുക. ഇനി ആരൊക്കെയാണ് പറയാൻ ഇൻട്രസ്റ്റ് ആർക്കൊക്കെയാണെന്ന് വെച്ചാല് അവരുടെ പേര് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. ഓക്കെ, പേര് ടെക്സ്റ്റ് ചെയ്യൂ. ആരൊക്കെ പറയും? എന്തോ പറയുന്നുണ്ട്. ഓക്കെ, തെറ്റാണ്. ഇനി വേറെ ആരാ പറയാ? രശ്മി പറയും. ഓക്കെ, ഇപ്പൊ പറയുന്നുണ്ടോ? ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യണം. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. ഓക്കെ, രശ്മി കറക്റ്റ് ആണ് കേട്ടോ. ബർത്ത്ഡേ എന്ന് പറയണ്ട, അത് നമ്മൾ പണ്ട് തൊട്ടുകൊണ്ട് ഇനി പറയുന്നതാണ്. ബർത്ത്ഡേ ഇത് വേണ്ട. Birthday. ബർത്ത്ഡേ മതി. ഓക്കെ, എന്ന് പറഞ്ഞു. രശ്മി എന്ന് പറയൂ. ബർത്ത്ഡേ. Birthday. 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 TH വേണ്ട. ആറ് വേണ്ട, ആറ് സൈലന്റ് ആണ്. Birthday. ആ TH വേണ്ട. TH ഒക്കെ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല, സൈലന്റ് ആണ്. ബർത്ത്ഡേ. ബ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോവാണ്. ബർത്ത്ഡേ. Today എന്ന് പറയും. ഒരു ഈ വരുന്നതിന്റെ തൊട്ട് പറയണോ അല്ലേ ടീച്ചറെ? ഒരു ഈ വരുന്നതിന്റെ തൊട്ട് പറയണോ അല്ലയോ? ടുഡേ ഈസ് ബർത്ത്ഡേ. ഒരുമിച്ച് പറയാം. Today is birthday. Today is birthday, but he may see his He may birthday. call he is far away. But പറയരുത് കേട്ടോ. But അല്ല, not but. But he is far away. Far അല്ല, far. Wow. Far away. Far away. Far away. Let's go Walk along the highway. നമ്മള് പോളിറ്റിക്സ് പഠിക്കുമ്പോൾ ഇതേപോലെയാണ് പഠിക്കുന്നത്. പക്ഷെ പോളിറ്റിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാല് പോളിറ്റിക്സ് പറയുമ്പോ നമ്മൾ പറയുന്ന പറയില്ല, എന്ന് പറയുന്നത്. അങ്ങനത്തെ വെസ്റ്റേൺ സ്പീക്കേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ജസ്റ്റ് നോക്കാം. എന്നാ പറയുന്നത്. ഓക്കെ, സോ ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? പറയും. Today is birthday. He may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's along the highway. But today is his birthday, but he say is far away. Anyway, let's walk on the highway. Today is his birthday, but he may say he is far away. Anyway, let's walk on highway. Today is his birthday, but he may say he is far away. Anyway, let's walk on the highway. Today is his birthday, but he may say he is far away. Anyway, let's walk
along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk along the highway. Today is his birthday, but he may say he is far away. Anyway, let's walk on along the highway. Today is birthday, but he may say he is far away. Anyway, let's walk along the highway. തെറ്റി. ഓക്കെ, നല്ല പറയുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇംപ്രൂവ് ചെയ്യാം, മാക്സിമം ഇംപ്രൂവൈസ് ചെയ്ത് പറയാം. ഓക്കെ, എനിക്ക് along on the highway എന്ന് വരുന്നത്. വാക്ക് അലോങ് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. മാക്സിമം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഒരു 20 to 30 ടൈംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റും. അതുപോലെ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് പ്രൊണൗൺസിയേഷനും മോഡുലേഷനും മാറ്റാണ്. ഓക്കെ, നിങ്ങൾ ഇത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യുക. ഫസ്റ്റ് പറയുന്നത് റെക്കോർഡ് ചെയ്യുക. ദെൻ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ആ മോഡുലേഷൻ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിനു ശേഷം പിന്നീട് കൂടെ റെക്കോർഡ് ചെയ്യുമ്പോൾ രണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകും. ഓക്കെ, അങ്ങനെ ചെയ്തോ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നത് ഇത് ഞാൻ തന്നെയാണോ ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നും റെക്കോർഡ് കേൾക്കുമ്പോൾ. കാരണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, മാക്സിമം അങ്ങനെ ചെയ്യാം. യെസ്, ഇനി നെക്സ്റ്റ് ആരാ? ദേവികൃഷ്ണ പറയൂ, ട്രൈ ചെയ്യൂ. പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയാം. പറയൂട്ടോ. ടീച്ചർ അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറയാമോ? എന്നിട്ട് ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ടീച്ചറിനെ പറഞ്ഞോണ്ടിരുന്നേ. ഞാൻ കേട്ടില്ല ടീച്ചർ, ഞാൻ ഇപ്പൊ ഒന്ന് ലെഫ്റ്റ് ആയി പോയി. സത്യമായിട്ടും Today is his birthday, but he may see his far away. Anyway, let's walk along the highway. Today is his birthday, but he may see his far away. Anyway, let's walk along the highway. Today is his birthday, but he may see his far away. Anyway, let's walk along the highway. Slow ആയിട്ട് പറയുകയാണെങ്കിൽ today is his birthday, but he may see his far away. Anyway, let's walk along the highway. Okay? ഒന്നും കൂടി ഒന്ന് പറയാവോ? Today he is birthday, but he may see his far away. Anyway, let's walk along the highway. Today is his birthday, but he may see his far away. Anyway, let's walk along the highway. ഇത് ഫസ്റ്റത്തെ ടങ് ട്വിസ്റ്റർ ആണ് കേട്ടോ. they may let's far away. They may let's walk along the highway. Along നമ്മൾ മൊത്തത്തിൽ പറയൂ ടീച്ചറെ. along the highway എന്ന് പറയാം. along the highway അത് നോർമൽ എന്താ പ്രൊണൗൺസിയേഷൻ അല്ലയോ? along the highway, along എന്ന് പറയും. along the highway. Today is birthday, but he may say he is far away. They may let's walk along the highway. Anyway, let's walk along the highway. കറക്റ്റ് അല്ലായിരുന്നോ? കറക്റ്റ് ആണ്, പറയൂ. 5 times പറയൂ. Throat problem. Today is birthday, but he may say he is far away. They let's walk along the highway. far അല്ല, Far. but അല്ല, but But അല്ല, അല്ല, ടായ് അല്ല, നമ്മുടെ മിഠായിയുടെ ടായ് അല്ല, കാറ്റിന്റെ ചാ പറയും, കാറ്റ്. ഓക്കെ, കാറ്റിലെ ചാ നമ്മൾ യൂസ് ചെയ്യില്ല. But he may see his far away. But he may walks along the highway. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മൗത്തില് എന്തെല്ലാം ഓർഗൻസ് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കി. Today, കണ്ടോ? Today is birthday. Today is birthday, but he may say he's far away. Anyway, let's walk along the highway.
Today, But today, പറയുക മേ സേ ഒന്നിച്ച് പറ അങ്ങനെ പറഞ്ഞു പോകും. ഹീസ് ഫാർ അവേ. എങ്ങനെ ഒന്നുകൂടെ Say പറയാം? he's far away. Today is his birthday, but he may say അമ്പിളി ഒന്നുകൂടെ പറയോ? എടാ ബട്ട് ഹീ പറയാ, പിന്നെ മേ സേ പറയാ, പിന്നെ ഹീസ് ഫാർ അവേ പറയാ. ഫാർ ആറല്ല രാ, ഫാർ അവേ. ശരി. എനിവേ ലെറ്റ്സ് വാക്ക് ഒന്നിച്ച് പറയാ, ലെറ്റ്സ് വാക്ക് along. Can Yeah, anyone say the along. second sentence? Let's walk along the highway. Walk ആണ് ട്ടോ, walk, not walk. Walk അല്ല, walk. 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 Teacher, Let's can you walk please say the along second the sentence? highway. anyway, walk along the highway. Please say the second sentence. ഞാൻ വായിക്കാനോ? എഴുതി വെച്ചില്ലേ ഇപ്പോ? I had written, but it is not the correct sentence. I have written that like that doctors are writing. എനിവേ എനിവേ Anyway, Oh yeah. Okay. Anyway, let's walk along the highway. അല്ലേ? Anyway, Ah. let's walk. Let's walk along the highway. walk along the highway. Okay. Thank you so much for telling. Today is my birthday, but he My may birthday My അല്ല, അവളുടെ birthday. birthday ആണ്. What is he selling that? അതെ. birthday ആണ് ട്ടോ. sorry ma'am. ഞാൻ ഒന്ന് പറയട്ടെ. ദേവികൃഷ്ണൻ എന്ന പേരെന്താണ്? എന്റെ പേര് സൂര്യ. ആ, സൂര്യ. ചുമ്മാതല്ല. കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞത് അതങ്ങനെയാ. ക്ലാസ് കഴിയട്ടെ. പറയൂ സൂര്യ, പറയൂ. പറയൂ. ആ ഫ്ലോ അങ്ങ് പോയി മാഡം. പോയി. ക്യാമറ പറയട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. Yes, of course. പറയൂ അമ്പിളി, പറയൂ. ഞാൻ പറഞ്ഞില്ലേ മിസ്സേ? അല്ല, Today is my ക്യാമറ day, but he may say he's far away. Anyway, let's walk along the highway. വേറൊരു ടെംപ്സിറ്റിൽ തരട്ടെ? Where's and ഞാൻ പറഞ്ഞുതരാം, എഴുതണ്ട. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇതുകൊണ്ട് എഴുതൂ, അത് പ്രാക്ടീസ് ചെയ്യൂ. വേറെ എന്നോട് Of പറയാം. ഇനി അങ്ങോട്ട് ഒരു 10 ഒരു 10 ടങ് ട്വിസ്റ്റർ ഉണ്ട്. മാക്സിമം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഓരോ ടങ് ട്വിസ്റ്ററും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മൗത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഡിഫറെന്റ് ഓർഗൻസിനെയാണ്, അതായത് ഡിഫറെന്റ് പ്ലേസസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിപ്പോ എല്ലാവരും നമ്മുടെ മൗത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ടുഡേ ഈസ് ബർത്ത്ഡേ കണ്ടോ, ഫുള്ള് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്, മൗത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്, കുറെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ടങ് ട്വിസ്റ്റർ ഫോക്കസ് ചെയ്യുന്നത് വേറെയാണ്, അതായത് ഇതാണത്. Information becomes transformation through education. Concentration in meditation gives the power of calculation through imagination. Okay. മനസ്സിലായോ? അപ്പൊ ഓരോ ടങ് ട്വിസ്റ്ററും ചെയ്യുന്ന അതിന്റെ കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആണെന്നാ പറയാം. മനസ്സിലായോ? അതുപോലെ 10 എണ്ണം ഉണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താല് കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിട്ട് കുറച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും, ഒരു ഫ്ലെക്സിബിലിറ്റി ടോട്ടലി വരും. ഓക്കെ, ടീച്ചർ ഇപ്പം പറഞ്ഞ ഇംഗ്ലീഷ് ഏത് ഇംഗ്ലീഷാ മാഡം? അമേരിക്കൻ ഇംഗ്ലീഷാ? അതെയാണ്. ഇൻഫർമേഷൻ ബിക്കംസ് ട്രാൻസ്ഫർമേഷൻ ത്രൂ എഡ്യൂക്കേഷൻ. കോൺസെൻട്രേഷൻ ഇൻ മെഡിറ്റേഷൻ ഗിവ്സ് ദ പവർ ഓഫ് കാൽക്കുലേഷൻ ത്രൂ ഇമാജിനേഷൻ. അത് രണ്ടാമത്തെ. മൂന്നാമത്തതുണ്ട്. മൂന്നാമത്തെ വേറെയാണ്. Betty bought some butter, but the butter was bitter, so Betty bought some butter to be bitter, butter, and bitter, butter. പായൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ടങ് ട്വിസ്റ്റർ ആണ്. മറ്റത് രണ്ടാമത്തെ ഇൻഫർമേഷൻ പറഞ്ഞത് പായിനെ കുറിച്ച്, എഫിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന ടങ് ട്വിസ്റ്റർ ആണ്. ടീച്ചറെ നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്ന ഏത് ഇംഗ്ലീഷാണ്? അമേരിക്കൻ ഇംഗ്ലീഷ് ആണോ? നോർമൽ ഇംഗ്ലീഷ് ആണ്. അല്ല, ഞാൻ ചോദിച്ചത് ഈ ഇംഗ്ലീഷ് തന്നെ
ഒരുപാട് ടൈപ്പ് ഇംഗ്ലീഷ് ഇല്ലേ? നമ്മൾ നോർമലി സംസാരിക്കുന്ന ഏത് ഇംഗ്ലീഷാ? നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അമേരിക്കൻ യൂസ് ചെയ്യാറുണ്ട്, ബ്രിട്ടീഷ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇന്ത്യയിൽ കൂടുതലും അമേരിക്കനും ബ്രിട്ടീഷും ആണ് യൂസ് ചെയ്യുന്നില്ല. രണ്ടും യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നവരുണ്ട്, അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നവരുണ്ട്. രണ്ടും നമ്മൾ പറയാറില്ലേ? രണ്ടും സെയിം അല്ല. ഒരെണ്ണം ബ്രിട്ടീഷും ഒരെണ്ണം അമേരിക്കനുമാണ്. ലോറി പിന്നെന്താണ് രണ്ടും പറയും. അത് അമേരിക്കനുമാണ്. ഓക്കെ. ഡോക്ടറിലെ BR അംബേദ്കർ എന്ന് പറയുന്ന ആ ഫിലിമിനകത്ത് പുള്ളിക്കാരൻ വേറൊരു ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവത്തില്ലായിരുന്നു. പുള്ളിക്കാരന് പറയാൻ പറ്റില്ല. ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ. പുള്ളിക്കാരന് ആയിട്ടല്ല, വേറൊരാളെയായിരുന്നു എടുത്തേ. പക്ഷെ ആ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ഇംഗ്ലീഷ് നടനെയായിരുന്നു എടുത്തിരുന്നത്. പുള്ളിക്കാരൻ ആ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതായപ്പോഴാണ് മമ്മൂട്ടിയെ എടുത്തത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ. അത് നമ്മുടെ ഇംഗ്ലീഷ്, നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് എന്താണ്? നമ്മൾ മലയാളം പറയുന്ന പോലെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അല്ലേ? പക്ഷേ വെസ്റ്റേൺ പുറത്ത് ആൾക്കാർ പറയുന്നത് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മുടെ മലയാളം പോലെയാണ് അവർക്ക് ഇംഗ്ലീഷ്, അല്ലേ? അപ്പൊ നമ്മൾ മലയാളം പറയുന്ന രീതിയിൽ തന്നെയാണ് അവർക്ക് അവരുടേതായ രീതിയുണ്ട് ഇംഗ്ലീഷ് പറയുന്നത്, ശരിയല്ലേ? അവരുടേതായ പ്രൊണൗൺസിയേഷൻ ഉണ്ട്, ഫ്ലുവൻസി ഉണ്ട്, മോഡുലേഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ പറയണമെങ്കിൽ അവരെ പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് അത്രയും നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്ത് നമ്മൾ പറയണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഹിന്ദിക്കാർ ഇവിടെ വരുന്നില്ലേ? അവര് മലയാളം പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയുന്ന പോലെയാണോ? പഴം അവർക്ക് പറയാൻ പറ്റത്തില്ല ഒരാൾക്കും. നമ്മൾ പറയുന്ന മലയാളം അല്ല അവര് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ അവര് സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റും അവര് മലയാളികളല്ല. അതുപോലെ തന്നെയാണ് നമ്മള് പുറത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ പറ്റും നമ്മള് ഇംഗ്ലീഷ് പറയുന്ന അത്രയും ഫ്ലുവന്റ് ആയിട്ടുള്ള ഒരാളല്ല. മനസ്സിലായോ? അതിന്റെ ഫ്ലുവൻസി വ്യത്യാസമുണ്ട്. ബ്രിട്ടീഷ് ആണെങ്കിലും അമേരിക്കൻ ആണെങ്കിലും വ്യത്യാസമുണ്ട്. മാക്സിമം അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ പഠിക്കുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യണം. ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അവര് പറയുന്ന പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് ആ ഒരു ടച്ച് വിട്ടിട്ട് ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിപ്പോ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, നമ്മളിപ്പോ മലയാളത്തിന്റെ സ്ലാങ്, മലയാളത്തിന്റെ ടോൺ കൂട്ടിയിട്ട് തമിഴ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വ്യത്യാസം വരില്ലേ? പക്ഷെ അവരെ പോലെ സംസാരിക്കണമെങ്കിൽ ആ സെയിം ടോണിൽ നമ്മൾ തമിഴ് പറയണം, അല്ലേ? അത് തന്നെയാണ് ഇംഗ്ലീഷ്. അറിയുള്ളൂ, എല്ലാ ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ മാക്സിമം ടങ് ട്വിസ്റ്റർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും കേൾപ്പിക്കുക. ഞാൻ പറയുന്ന പോലെ പ്രൊണൗൺസിയേഷൻ, മോഡുലേഷൻ ഇതെല്ലാം ചേഞ്ച് ചെയ്ത് സംസാരിക്കുക. ഫസ്റ്റ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ഒരു 20 to 30 ടൈംസ് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം റെക്കോർഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് റെക്കോർഡ് ചെയ്തതും അതിന് ആഫ്റ്റർ റെക്കോർഡ് ചെയ്തതും തമ്മിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ദെൻ ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്. ആ ടോപ്പിക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പ്രസന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മൺഡേ ആണ് നമ്മുടെ ക്ലാസ് വരുന്നത്. നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഒന്നും പേടിക്കണ്ട. മാക്സിമം ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ടെൻഷനും ഈ പേടിയും എല്ലാം മാറി കോൺഫിഡൻസ് ലെവൽ നമ്മുടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? അതിന്റെ ചെയ്യാൻ നമുക്ക് എന്നാല് okay, wind up. Yeah, let's wind up today's class. Okay, click on the next class. Okay, thank you all, thank you so much. Bye. Thank you. Have a nice day.